ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എക്കണോമിക് സർവേ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, INS ബ്രഹ്മപുത്ര, MGNREGS, കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് സർവേയെ കുറിച്ചാണ്. എക്കണോമിക് സർവേയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്നലെ ഈ 2023-24 എക്കണോമിക് സർവേ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എക്കണോമിക് സർവേയുടെ ഹൈലൈറ്റ്സ് അല്ല നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി എന്താണ് എക്കണോമിക് സർവേ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും നിങ്ങൾക്ക് വാർത്ത കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൻ്റെ കീഴിൽ വരുന്ന ഒരു എക്കണോമിക് ഡിവിഷൻ ഉണ്ട്. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന എക്കണോമിക് ഡിവിഷൻ ഉണ്ട്. അവർ ചീഫ് എക്കണോമിക് അഡ്വൈസറുടെ ഗൈഡൻസോട് കൂടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഈ എക്കണോമിക് സർവേ എന്ന് പറയുന്നത്. ബേസിക്കലി ഈ എക്കണോമിക് സർവേ റിലീസ് ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പത്തെ സാമ്പത്തിക വർഷം അല്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ 12 മാസം ഇന്ത്യൻ എക്കണോമിയുടെ ഒരു ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിക്കകത്ത് സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ എക്കണോമിയുടെ ഒരു ഓവറോൾ സിറ്റുവേഷൻ എന്താണ്, ഡിഫറെന്റ് സെക്ടേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എക്കണോമിക് സർവേക്കകത്ത് പറയാം. ഓക്കെ, അതുകൂടാതെ ഈ നമ്മുടെ ഇന്ത്യൻ എക്കണോമി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചില സജഷൻസും നമുക്ക് ഈ എക്കണോമിക് സർവേയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ഒന്ന്, കറന്റ് കണ്ടീഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി എന്താണെന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ സൈസ്, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, ജോബ്, ട്രേഡ്, അതുപോലെ തന്നെ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് എക്കണോമി, ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ എക്കണോമിക് സർവേക്കകത്ത് ഉണ്ടാവും. ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ എക്കണോമിക് സർവേയുടെ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഇന്ത്യയിൽ എക്കണോമിക് സർവേ അവതരിപ്പിക്കപ്പെടുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത് 1950-51 വർഷത്തിലാണ്. പക്ഷെ ആ സമയത്തൊക്കെ എക്കണോമിക് സർവേ ബഡ്ജറ്റിന്റെ കൂടെയായിരുന്നു അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ 1964 തൊട്ട് ഈ ബഡ്ജറ്റിന്റെ തൊട്ട് മുമ്പായിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് റിലീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ ഇന്ത്യക്ക് വലിയ ഇതിൽ ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ട്രേഡ് എൻവയോൺമെന്റ്, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഒരു ട്രേഡ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഗ്രാജുവലി ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പൊ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ ഒരു മേജർ ഫാക്ടറാണ് ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ചും ഈ ഒരു കാര്യം ഈ ഒരു വാർത്തയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക്കലി എന്താണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ട്രേഡ് ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെക്കാട്ടിലും, അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡിഫറൻസ് ആണ് ട്രേഡ് ഡെഫിസിറ്റ് ആയിട്ട് വരുന്നത്. അത് നേരെ തിരിച്ചാണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ട്രേഡ് സർപ്ലസ് ആയിരിക്കും. ഇനി അതിൻ്റെ കൂടെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന പണം ഉണ്ടാവും. ഉദാഹരണത്തിന്, ഇന്ത്യയിൽ ആളുകൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന റിട്ടേൺസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് അയക്കുന്ന പണം ഉണ്ടാവും. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ഇന്ത്യക്ക് കിട്ടുന്നതും നമ്മൾ പോകുന്നതും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു ഡെഫിസിറ്റോ സർപ്ലസ് ഉണ്ടാവും. അപ്പോൾ അതും ട്രേഡ് ഡെഫിസിറ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വരിക. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ എലമെന്റ്സ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഒന്ന്, ആ രാജ്യത്തിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിലുള്ള എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ, അപ്പോൾ ആ എക്സ്റ്റേണൽ ട്രേഡിന്റെ നെറ്റ് എന്താണെന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, അത് ഒന്നെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ സർപ്ലസ് ആയിരിക്കും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിന്റെ കേസിലാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റുകളിലുള്ള നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇവിടുന്ന് വരുമാനം കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഡിഫറൻസും ഡെഫിസിറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഡിഫറൻസും കൂടി കൂട്ടും. അതിൻ്റെ കൂടെ ഈ പറയുന്ന നെറ്റ് റെമിറ്റൻസ് അബ്രോഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നെറ്റ് റെമിറ്റൻസ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും. അതായത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശികളായിട്ടുള്ള ആളുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന പണം, വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പണം, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് വരുന്നത്. ഇനി ഇത് നേരെ തിരിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്ന പണത്തെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ അതിനെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് എന്നാണ്
വിളിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ നമുക്ക് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണുള്ളത്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിന്റെ സിറ്റുവേഷൻ ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്ന് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് ട്രേഡ് ഗ്യാപ്പ്, ട്രേഡ് ഡെഫിസിറ്റ് ആണോ സർപ്ലസ് ആണോ എന്നുള്ളത്, പ്ലസ് നെറ്റ് കറണ്ട് ട്രാൻസ്ഫേഴ്സ്, അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളും പറയുന്നത്, പിന്നെ പ്ലസ് നെറ്റ് ഇൻകം അബ്രോഡ്. അപ്പോൾ ഇത് എല്ലാതും കൂടി കൂട്ടുന്ന സമയത്ത് ഇത് നെഗറ്റീവ് ആകുകയാണെങ്കിൽ അത് ഡെഫിസിറ്റും, പോസിറ്റീവ് ആകുകയാണെങ്കിൽ അത് സർപ്ലസുമായിട്ട് മാറുന്ന മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് INS ബ്രഹ്മപുത്രയെ കുറിച്ചാണ്. അപ്പോൾ INS ബ്രഹ്മപുത്രയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം നമ്മുടെ ഇന്ത്യൻ നേവി യൂസ് ചെയ്യുന്ന ഒരു ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ് ഈ INS ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര ക്ലാസ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്ന ക്ലാസ്സിൽ പെടുന്ന ഷിപ്പുകളുടെ ലീഡ് ഷിപ്പാണ്. ഈ ഒരു കാറ്റഗറിയിൽ 3 ഷിപ്പുകളാണുള്ളത്. അതിൻ്റെ ലീഡ് ഷിപ്പാണ് INS ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിപ്പയർസിന് വേണ്ടിയിട്ട് മുംബൈയിലുള്ള നമ്മുടെ ഇന്ത്യൻ നേവിയുടെ ഡോക്യാർഡിൽ ഇതിൻ്റെ റിപ്പയർസ് നടക്കുന്ന സമയത്ത് ഇത് മുങ്ങിപ്പോയതായിട്ടുള്ള അല്ലെങ്കിൽ ഇതവിടെ മുങ്ങിപ്പോയതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന മുംബൈയിലെ ഈ നേവൽ യാർഡിനകത്ത് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്ന, കഴിഞ്ഞൊരു 10 വർഷത്തിനകത്ത് അപകടം സംഭവിക്കുന്ന 3ാമത്തെ ഷിപ്പാണ് ആക്ച്വലി ഈ INS ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഇതേ ക്ലാസ്സിൽ പെടുന്ന INS ബത്തുവക്കും അതുപോലെ തന്നെ അതിനു മുമ്പ് ഇന്ത്യൻ നേവിയുടെ ഒരു സബ്മറീനും ഇതേപോലെ ഈ ഡോക്യാർഡിൽ വെച്ചിട്ട് ഇത്തരത്തിൽ നാശനഷ്ടം നേരിട്ടിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ INS ബ്രഹ്മപുത്രയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഓഫ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സ് ആണ് ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുന്നത്. ആ ബ്രഹ്മപുത്ര ക്ലാസ് ഓഫ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സിലെ ലീഡ് ഷിപ്പാണ് അല്ലെങ്കിൽ അതിനകത്തുള്ള ആദ്യത്തെ ഷിപ്പാണ് INS ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഇനി ബ്രഹ്മപുത്രയെ കൂടാതെ INS ബത്തുവ, INS ബിയാസ് എന്ന് പറയുന്ന മറ്റ് 2 ഷിപ്പുകളും കൂടി ഈ ബ്രഹ്മപുത്ര ക്ലാസ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ കൽക്കത്ത ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമുണ്ട്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ് യാർഡ്സ് ഒക്കെ പോലെ കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള ഒരു സ്ഥാപനമുണ്ട്. അവരാണ് ഈ ഷിപ്പ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ INS ബ്രഹ്മപുത്രയുടെ ഈ ബ്രഹ്മപുത്ര ക്ലാസ്സിൽ പെടുന്ന 3 ഷിപ്പുകളുടെയും ഓവറോൾ അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ സെയിം മോഡലിൽ പെടുന്ന ഷിപ്പുകളായതുകൊണ്ട് തന്നെ അപ്പോൾ ഇവരുടെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് 126 മീറ്റേഴ്സ് ആണ്. സ്പീഡ് മാക്സിമം ഒരു 27 to 30 knots ആണ്. അതുപോലെ തന്നെ ഈ ബ്രഹ്മപുത്ര ക്ലാസ് ഓഫ് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സിനെ കുറിച്ചും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇന്ത്യ ആദ്യമായിട്ട് ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സിൽ ഒന്നാണ് ഈ ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ബേസിക്കലി ഗോദാവരി ക്ലാസ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്സുകളുണ്ട്, ഗോദാവരി ക്ലാസ് ഫ്രിഗേറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഇംപ്രൂവ്ഡ് വേർഷനാണ് ഈ ബ്രഹ്മപുത്ര ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിനകത്ത് 3 ഷിപ്പുകളാണുള്ളതെന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്നലെ റിലീസ് ചെയ്തിട്ടുള്ള എക്കണോമിക് സർവേക്കകത്ത് ഈ MGNREGSുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് MGNREGS ജോബിനുള്ള ഡിമാൻഡ് കൂടുന്നത് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഡിസ്ട്രസിന്റെ സിംറ്റം അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 11 വന്നിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകവും അതുപോലെ തന്നെ ആളുകളുടെ ജീവിത നിലവാരമൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കേരള, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളാണ് ഈ MGNREGS ഫണ്ട് ഏറ്റവും അധികം ചിലവാക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ മോശമാവുന്നതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ അല്ല എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു സ്കീമിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ MGNREGS എന്ന് പറയുന്നത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ലാർജസ്റ്റ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാംസ് ആണ്. അത് തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഓക്കെ, ഇത് 2005 അന്ന് UPA ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്താണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഇന്ത്യൻ പാർലമെന്റ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൂടി പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കേന്ദ്ര മന്ത്രിസഭയിലുള്ള മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള യൂണിയൻ മിനിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലകളിലുള്ള അൺസ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിന്, ഓക്കെ, അവിദഗ്ധ തൊഴിലാളികൾക്ക് ഒരു വർഷത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസമെങ്കിലും ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓരോ സാമ്പത്തിക വർഷത്തിലും ഏറ്റവും ചുരുങ്ങിയത് 100 ദിവസത്തെയെങ്കിലും ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് അൺസ്കിൽഡ് ലേബേഴ്സിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോ കുടുംബങ്ങളിലെയും അറ്റ്ലീസ്റ്റ് ഒരു മെമ്പർക്കെങ്കിലും ഈ ഒരു സ്കീമിന്റെ ഭാഗമാകാനുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതൊരു ലീഗൽ റൈറ്റ് ടു വർക്ക് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു കുടുംബത്തിൽ ജോലിയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരാൾക്കെങ്കിലും ഇതിൽ ജോലി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇത് അൺസ്കിൽഡ് മാനുവൽ ലേബറിനുള്ളതാണെന്ന് മനസ്സിലാക്കുക.
100 ദിവസത്തെ ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് ഉണ്ട്. ഈ 100 ദിവസത്തെ ഗ്യാരണ്ടീഡ് എംപ്ലോയ്മെന്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ 100 ദിവസത്തേക്കുള്ള വേതനം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള ആൾക്കാരിൽ അറ്റ്ലീസ്റ്റ് 1/3 ആളുകളെങ്കിലും സ്ത്രീകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ MGNREGസിന്റെ കീഴിൽ കിട്ടുന്ന വേജിനും ചില സ്റ്റാറ്റ്യൂട്ടറി ബാക്കിങ്ങുകളുണ്ട്. അതായത് അത് സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതായത് ഇതിനകത്ത് പറയുന്നത് ആ സംസ്ഥാനത്തിലെ നിയമങ്ങൾ അനുസരിച്ച് നിലവിലുള്ള സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജസ് ഉണ്ട്, അത് കൃത്യമായിട്ട് ഈ ലേബേഴ്സിന് കൊടുത്തിരിക്കണം എന്നുണ്ട്. മിനിമം വേജസ് ആക്ട് അനുസരിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജസ് ഇവർക്ക് കൊടുത്തിരിക്കണം എന്നുണ്ട്. അത് സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ്, കാരണം ഈ പല സ്റ്റേറ്റുകളുടെയും ലിവിങ് കോസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളുടെയും മിനിമം വേജ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ മിനിമം വേജ് കൊടുത്തിരിക്കണം, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കൊടുത്തിരിക്കണം എന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ MGNREGസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് വർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ബേസിക്കലി ഗ്രാമസഭകളുടെ ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് ഈ പറയുന്ന നിയമം അനുസരിച്ച് അല്ലെങ്കിൽ MGNREG എന്ന് പറയുന്ന ആക്ട് അനുസരിച്ച് ഗ്രാമസഭകളാണ് ഇതിന് വേണ്ടിയിട്ടുള്ള വർക്കുകൾ റെക്കമെൻഡ് ചെയ്യേണ്ടത്. അതിനകത്ത് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദി വർക്ക്സ് എങ്കിലും അവർ എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇന്ത്യയുടെയൊക്കെ ട്രേഡിനെ വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12 വന്നിട്ടുണ്ട്. ഇത് പ്രൊപ്പോസ്ഡ് EU കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് ഈസ് പ്രൊട്ടക്ഷനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ബേസിക്കലി യൂറോപ്യൻ യൂണിയനിലെ ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെഷറാണിത്. ഇത് WTOന്റെ ഒക്കെ പ്രിൻസിപ്പിൾസിന് അഗെയിൻസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ താരിഫ് അല്ലെങ്കിൽ ഈ കാർബൺ ബോർഡർ മെക്കാനിസം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ബേസിക്കലി അവിടുത്തെ ചില ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷറാണെന്ന് വേണമെങ്കിൽ പറയാം. അത് ഈ യൂറോപ്യൻ യൂണിയൻ അവരുടെ കാർബൺ എമിഷനൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു യൂറോപ്യൻ ഗ്രീൻ ഡീൽ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയൻ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ളതാണ് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് ടാക്സ് ആണ്. ഇത് 2026 ഈ ടാക്സ് നിലവിൽ വരാൻ പോകുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിങ്ങുകൾ ഏതൊക്കെ ഏരിയാസ് ആണെന്നുള്ള കാര്യം 2023 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്നത് ഈ പറയുന്ന യൂറോപ്യൻ ഗ്രീൻ ഡീലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അതായത് അവരുടെ ബേസിക്കലി ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഈ കാർബൺ എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലോങ് ടേം പ്ലാനാണ്. അതായത് 2030 ആകുമ്പോഴേക്കും യൂറോപ്യൻ യൂണിയൻ്റെ നിലവിലുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അറ്റ്ലീസ്റ്റ് 55% എങ്കിലും കുറക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയുന്നത്. 1990 ലെവലുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 55% എങ്കിലും ഇത് കുറക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിറ്റ് ഫോർ 55 in 2030 പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു മേജർ കോമ്പോണൻറ്റും കൂടിയാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇനി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന കുറേ വസ്തുക്കളുണ്ടാകും. ഇപ്പോൾ അയണോ അല്ലെങ്കിൽ സ്റ്റീലോ ഒക്കെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക. അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് കമ്പനീസ് ഈ സെയിം പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നുണ്ടാകും. അപ്പോൾ അയണും സ്റ്റീലൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ യൂറോപ്യൻ യൂണിയനിലുണ്ട്. പക്ഷേ യൂറോപ്യൻ യൂണിയനിലെ ഈ പറയുന്ന എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് അനുസരിച്ച് അവിടെ ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യുന്നതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്യുന്നതിനുള്ള ലിമിറ്റേഷൻസ് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ അവരുടെ എനർജി ആവശ്യത്തിന് വേണ്ടിയിട്ട് സസ്റ്റൈനബിൾ എനർജി സോഴ്സസിനെ അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ കോസ്റ്റ് ഓട്ടോമാറ്റിക്കലി കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും യൂറോപ്യൻ യൂണിയനിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ചിലവ് കൂടുതലായിരിക്കും. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് പ്രൈസും കൂടും. ആ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് അതിൻ്റെ വില കൂടുതലായിരിക്കും. ഇനി അതേ സമയത്ത് ലോകത്തിലെ മറ്റുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈന, ഇന്ത്യ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ ഇത്ര സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള കാർബൺ എമിഷൻ റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഇൻഡസ്ട്രീസിന് മുകളിലില്ല. അപ്പോൾ നമുക്ക് ഈ കോള് പോലുള്ള കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള പക്ഷേ ഹെവിലി പൊല്യൂട്ടിങ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂൽ യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കൊക്കെ എന്ത് ചെയ്യാം, കുറഞ്ഞ ചിലവിൽ ഈ സെയിം സാധനം നിർമ്മിക്കാൻ പറ്റും.
അപ്പോൾ ഇതിൻ്റെ ചിലവ് കുറവായതുകൊണ്ട് ഇതിൻ്റെ വില കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സാധനം യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് യൂറോപ്പിലെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ മുകളിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ ചൈനയിൽ നിന്നുള്ള പ്രൊഡക്ട്സിന് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവും. പക്ഷേ അഡ്വാൻറ്റേജ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ കൂടുതൽ എമിഷൻ നടത്തിക്കൊണ്ട് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ്, അവർ എമിഷൻ കുറക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടാണ് അവർക്ക് ആ അഡ്വാൻറ്റേജിൻ്റെ എഡ്ജ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് കാരണം യൂറോപ്യൻ ഇൻഡസ്ട്രീസ് വീക്ക് ആവാതിരിക്കാൻ, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇങ്ങനെ സംഭവിച്ചെന്നത് പറ്റും, യൂറോപ്പിലുള്ള ഇൻഡസ്ട്രീസ് കൂട്ടിപ്പോകുന്ന അവസ്ഥ വരും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം അല്ലെങ്കിൽ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് ടാക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഇമ്പോർട്ടേഴ്സ് ആയിട്ടുള്ള, ഇത്തരത്തിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ യൂറോപ്പിലേക്ക് ഇത്തരത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി എന്താണെന്ന് പറയണം. അതുപോലെ തന്നെ അവരുടെ ആനുവൽ ബേസിസിലുള്ള ഇത്തരത്തിലുള്ള ഗുഡ്സിൻ്റെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ എത്രയാണെന്നും പറയണം. അപ്പോൾ ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ എമിഷൻസിനെ ഓഫ്സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടേഴ്സ് എന്ത് ചെയ്യണം? ഒരു കറസ്പോണ്ടിങ് നമ്പർ ഓഫ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം സർട്ടിഫിക്കറ്റുകൾ സറണ്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം സർട്ടിഫിക്കറ്റുകൾ ഇവർ പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് വേണം ഈ എമിഷൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന എമിഷൻ കൂടുതലായിട്ടുള്ള പ്രൊഡക്ട്സിന് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് അത് സറണ്ടർ ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇന്ത്യയിൽ നിന്നൊക്കെ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന എക്സ്പോർട്ടിൻ്റെ മുകളിൽ ഒരു അഡീഷണൽ ടാക്സ് ഇമ്പോസ് ചെയ്തതുപോലെയായിട്ട് ഇത് മാറും. സോ സ്വാഭാവികമായിട്ടും ഇത് യൂറോപ്പിലെ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യും. അതേസമയം ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾക്കുള്ള കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഇതിനെ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. യൂറോപ്യൻ യൂണിയനിലുള്ള ലോക്കൽ ഇൻഡസ്ട്രീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനിസ്റ്റ് മെഷറാണ് ഇത് എന്നുള്ളത്. കാരണം ഇന്ത്യ, ചൈന ഒക്കെ പോലുള്ള രാജ്യങ്ങളെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള എക്സ്പോർട്ടിനെ ഇത് വലിയ രീതിയിൽ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.